ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 10-ാം വാക്യം. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ. ജസ്റ്റിസ് കെമാൽ പാഷ പറഞ്ഞ ഒരു സംഭവം ഇപ്രകാരമാണ്. പണ്ട് ഒരു പാവപ്പെട്ട കല്ലുവെട്ടുകാരനെ ഒരുവൻ ഒരു ജോലിക്കായി വിളിച്ചു. അവൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി പൂർത്തിയാകാഞ്ഞതിനാൽ പുതിയ ജോലിക്കായി ആ ദിവസം പോകുവാൻ കഴിഞ്ഞില്ല. അന്ന് സന്ധ്യയോടെ അവനെ ജോലിക്കായി വിളിച്ചയാൾ അവനെ കണ്ട് ചോദ്യം ചെയ്തു. അവൻ പറഞ്ഞു, ഞാൻ നാളെ വരാം. ചെയ്തിരുന്ന ജോലി ഇന്നു മാത്രമാണ് തീർന്നത്. ഇതിഷ്ടപ്പെടാഞ്ഞ് അയാൾ അവൻ്റെ കർണത്ത് മാറി മാറി അടിച്ചു. അവനും ദേഷ്യം വന്നു. കല്ല് വെട്ടുമ്പോൾ കല്ലുകൾക്കിടയിൽ നിന്ന് മണ്ണ് മാറ്റുവാനുള്ള ഒരു കത്തി അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവൻ അതെടുത്ത് ഒരു കുത്തു കൊടുത്തു. അയാൾ ഏതോ നാട്ടുവൈദ്യൻ്റെ അടുത്ത് പോയി മുറിവ് വെച്ച് കെട്ടി. എന്നാൽ അത് സെപ്റ്റിക്കായി 27-ാം ദിവസം അയാൾ മരിച്ചു. തുടർന്ന് കേസായി. കെമാൽ പാഷയും സീനിയർ വക്കീലുമാണ് കേസ് വാദിച്ചത്. സ്വയപ്രതിരോധത്തിന് വേണ്ടി കുത്തിയതാകാൻ ശിക്ഷിക്കാതിരിക്കാമായിരുന്നു. എന്നാൽ അന്നത്തെ ജഡ്ജി പ്രതിരോധം കൂടിപ്പോയി എന്ന കാരണത്താൽ 6 മാസത്തെ തടവിന് ശിക്ഷിച്ചു. വക്കീൽമാർ അപ്പീൽ കൊടുക്കുവാൻ പ്ലാൻ ചെയ്തു. ഈ പ്രതിയും പിതാവും അമ്മാവനും കൂടിയാണ് കേസിന് പോയിരുന്നത്. ഇവർ വളരെ ദരിദ്രരായിരുന്നു. അതിനാൽ ഫീസ് ഒന്നുമില്ലാതെ കേസ് നടത്തുവാനാണ് വക്കീൽമാർ ഒരുങ്ങിയത്. എന്നാൽ അപ്പീൽ കൊടുക്കേണ്ട അവസാന ദിവസം വരെ അവർ ഒപ്പിട്ട് കൊടുക്കുവാൻ ചെന്നില്ല. അവസാന ദിവസം അവർ ചെന്നപ്പോൾ വക്കീൽമാർ ദേഷ്യപ്പെട്ടു. അപ്പോൾ പ്രതിയുടെ പിതാവ് പറഞ്ഞു, സാർ, എൻ്റെ കുഞ്ഞിന് മനസ്സിന് ഒരു സമാധാനവുമില്ല. അവൻ മൂലമാണല്ലോ അയാൾ മരിക്കുവാനിടയായത്. അതുകൊണ്ട് അപ്പീൽ കൊടുക്കേണ്ട. അവൻ ഒരു 6 മാസം ജയിലിൽ കിടക്കട്ടെ. എങ്കിലേ അവനൊരു സമാധാനമുണ്ടാവൂ. വിദ്യാഭ്യാസം അശേഷമില്ലാഞ്ഞ അയാളുടെ വാക്കുകൾ കെമാൽ പാഷയെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, വിദ്യാഭ്യാസവും പരിജ്ഞാനവും എത്ര വ്യത്യസ്തങ്ങളാണ്. വിദ്യാഭ്യാസമുള്ള എത്രയോ വ്യക്തികൾ ഏത് വ്യാജമാർഗങ്ങൾ ഉപയോഗിച്ചായാലും ശിക്ഷിക്കപ്പെടാതിരിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് മനസ്സിനൊരു കുഴപ്പവുമില്ല. ഈ പിതാവ് പറയുകയാണ്, അപ്പീൽ കൊടുക്കേണ്ട, അവൻ 6 മാസം ജയിലിൽ കിടക്കട്ടെ എന്ന്. ആ പിതാവിനും മകനും അവൻ ചെയ്ത തെറ്റ് ശിക്ഷ അർഹിക്കുന്നു എന്ന് നിശ്ചയമുണ്ട്. അർഹിക്കുന്ന ശിക്ഷ ഏൽക്കുവാൻ അവർക്ക് മടിയുമില്ല. ഇത് അവരുടെ നീതിബോധത്തിൻ്റെയും വിശ്വസ്തതയുടെയും വെളിപ്പെടുത്തലാണ്. ശിക്ഷിക്കപ്പെടാതിരിക്കാൻ ഏത് വഞ്ചനയും പ്രയോഗിക്കുന്ന സമൂഹത്തിൽ സ്വയം അതിന് വിധേയപ്പെടുന്ന മനുഷ്യർ യഥാർത്ഥ മനുഷ്യത്വത്തിൻ്റെ പ്രതീകങ്ങളാണ്. ഈ വിധം പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ് പരിജ്ഞാനത്തിൻ്റെ ലക്ഷണം. നമുക്കും നീതിബോധവും പരിജ്ഞാനവും ഉള്ളവരായി ജീവിപ്പാൻ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, കേൾപ്പിച്ച വചനത്തിനായ നന്ദിയോട് സ്തോത്രം. പരിജ്ഞാനത്തോടുകൂടെ ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഈ പ്രഭാതത്തിലെ വചന കേൾവി ഞങ്ങളെയും സഹായിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ.